അസ്സലാമലൈക്കും നമസ്കാരം. ഇന്നൊരു നോമ്പുതറ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കാക്കാരുടെ അസ്തകാന്റെ കാക്കാരുടെ ഭാര്യമാർ, അതായത് ഷെയും താത്തമ്മ താത്തയും മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്ന് ചെറിയൊരു നോമ്പുതറ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചിക്കനും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. ബീഫ് ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരിക്ക് പൊടി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പരത്തി വെക്കട്ടെ, എന്നിട്ട് പോയി കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ സ്നാക്കിലേക്കൊക്കെ ഉള്ള ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. 2 ടൈപ്പ് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ ബീഫ് ബിരിയാണിയിലേക്കുള്ള ബീഫ് ഒന്ന് വേവിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പത്തിരിക്കുള്ള മാവൊക്കെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പത്തിരി പ്രസ്സിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കാണ്. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതുമത്തെ സ്റ്റിക്കറൊക്കെ പോയിട്ടുണ്ട്. ജീവ എന്നാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാനിത് മഞ്ചേരി ബജറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2 കൊല്ലമൊക്കെ ആയി വാങ്ങിച്ചിട്ട്. നല്ല പ്രസ്സാണ് കേട്ടോ. നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ പത്തിരിയൊക്കെ കിട്ടലുണ്ട്. ഇനി ഒരു പത്തിരി പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ, ഈ പൊടി തട്ടി എന്തിനാണ് എടുക്കണത്, ഡയറക്റ്റ് പത്തിരി ചട്ടിയിലേക്ക് ഇട്ട് ചുട്ടെടുത്തൂടെയെന്ന്. പക്ഷെ എനിക്കെന്തോ അത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ആ ഒരു പൊടി തട്ടിയ ആ ഒരു സ്റ്റൈലിലാണ് പത്തിരി ഇഷ്ടം. എൻ്റെ ഉമ്മയൊക്കെ അവിടെ കാണിക്കലുണ്ട്. ഉമ്മയും മോളിയൊക്കെ പത്തിരി ചുടുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. പക്ഷെ എനിക്കെന്തോ ഇങ്ങനത്തെ പത്തിരിയാണ് ഇഷ്ടം. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ അടച്ചിട്ട് പുറത്ത് തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സാവധാനത്തിൽ ചുട്ടെടുക്കാൻ വിചാരിച്ചു. ഇത് ജ്യൂസിലേക്ക് കുറച്ച് കറുത്ത കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബിസ്ത റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ 1.5 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതേസമയം തന്നെ ചിക്കൻ കറിയിലേക്കുള്ള സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബിരിയാണി മസാലയിലേക്ക് ബീഫൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ബിരിയാണി മസാല നമ്മളുടെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയിലേക്കുള്ള ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരി ചുട്ടെടുക്കട്ടെ. റൈസ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം. ഇന്ന് നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചീസി സമൂസയാണ് ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പൊട്ടാറ്റോ ആണ് ഇപ്പോൾ ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബോക്സ് ബേക്ക്. അതാണ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ മുന്നേക്ക് ഒരുപാട് തവണ കാണിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ബിരിയാണിയുടെ റെസിപ്പി ഒന്നും കാണിക്കണില്ല. അതിനിടയിൽ ഇതാ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബിരിയാണി റൈസ് ഉണ്ടാക്കട്ടെ. ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കൽ. ഇനി ചിക്കൻ ബോക്സ് ബേക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മളുടെ ഫസ്റ്റത്തെ റമദാൻ വ്ളോഗിന്, ഈ പ്രാവശ്യത്തെ ഫസ്റ്റത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള റൈസൊക്കെ റെഡിയായി. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ മസാല ഇട്ടിട്ടാണ് ദം ചെയ്തെടുക്കാറ് കേട്ടോ. അത് ഭയങ്കര ഈസിയാണ്. നമുക്ക് അത് വിളമ്പണ സമയത്തും സുഖമാണ് ഇങ്ങനെ ദം ചെയ്താൽ. അപ്പോൾ താത്ത വന്നിട്ടുണ്ട് കേട്ടോ. മുന്നതാത്ത അത് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഷെയും വന്നു കേട്ടോ. ഷെയും അവിടെ തേങ്ങ ചിരകണമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സമൂസയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇതിലേക്ക് പിന്നെ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ചെറുതായിട്ട് പോവും. പിന്നെ ഇതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഗാർലിക് സോസാണ് കേട്ടോ.
അത് ചേർത്തിട്ട് കുറച്ച് ചീസും കൂടെ ചേർത്തിട്ട്, ഗ്രേറ്റ് ചെയ്ത ചീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇതാണ് സമൂസയുടെ ഫില്ലിങ്. ഇനി ഇത് നമ്മൾ സാധാരണ പോലെ സമൂസ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനിടയിൽ നമ്മളുടെ കസ്റ്റാർഡ് ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. കസ്റ്റാർഡ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തണുത്തൊക്കെ ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് പാൽ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ബോക്സ് ബേക്കിന് വേണ്ടിയിട്ടുള്ള പാൻ കേക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അതിനിടയിൽ സമൂസ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഏകദേശം നോമ്പൊക്കെ തുറക്കാനായി തുടങ്ങിയിട്ടുണ്ട്, സമയമൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ മുകളിൽ ചീസൊക്കെ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇപ്പോൾ കസ്റ്റാർഡ് ജ്യൂസിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിളും അതുപോലെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലാക്ക് കസ്കസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ടേബിളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മളെല്ലാ ഫുഡും ഒരുമിച്ച് തന്നെ സെർവ് ചെയ്യാണ് കേട്ടോ ചെയ്യൽ. ചിലർക്ക് സ്നാക്സ് ആയിരിക്കും അപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക, ചിലർക്ക് മെയിൻ കോഴ്സ് തന്നെ അപ്പം തന്നെ കഴിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമ്മളെല്ലാം അപ്പം തന്നെ സെർവ് ചെയ്യും, വേണ്ടവർക്ക് എടുത്ത് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റത്തെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇതൊക്കെയാണ് നോമ്പ് തുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻസ്റ്റയിൽ റെസിപ്പീസും ഒക്കെ ആയിട്ടൊക്കെ റീൽസൊക്കെ ഡെയിലി ഇടാറുണ്ട്. യൂട്യൂബിൽ വ്ളോഗ്സൊക്കെ കുറച്ച് കുറവാണ്. ഇൻഷാ അല്ലാഹ് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പം ഇനി അടുത്ത റംസാൻ വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.